വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. മൈ നെയിം ഈസ് ധന്യ ജോർജ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് 10-ാം തീയതി ഏപ്രിലാണ്. ഇന്ന് ഫോറക്സ് മാർക്കറ്റിൽ ഗോൾഡിൽ എങ്ങനെ ട്രേഡ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റബിൾ ആകാം എന്നുള്ളൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് റെഫറൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ കൊണ്ട് ട്രേഡ് ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള ലോസുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല. ട്രേഡ് ചെയ്യുന്ന ആളുകൾ സ്വന്തം സ്ട്രാറ്റജി ഉപയോഗിച്ചും അതുപോലെ തന്നെ സ്വന്തം റിസ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക. അപ്പം നമ്മളുടെ ഇന്നത്തെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഇന്ന് 3:30 മോർണിംഗ് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഏകദേശം ഒരു മോർണിംഗ് 9:30 വരെയുള്ള മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. അപ്പം നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോ ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. 4734 ബ്രേക്ക് ചെയ്തതിന് ശേഷം വലിയൊരു ബൈയിലേക്കാണ് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നലെ തന്നെ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് ബൈയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾക്ക് 1 അവർ വരെ സെല്ല് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഹൈ ടൈം ഫ്രെയിമുകളൊക്കെ ബൈയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ ഡേ ടൈം മുഴുവൻ ഒരു എന്താ പറയുക, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സ്കാൽപ്പിംഗ് ട്രേഡൊക്കെ ചെയ്യാൻ പറ്റുന്ന ബൈയും സെല്ലും ഉള്ള ഒരു മാർക്കറ്റാണ്. ഈവനിങ് ടൈം കംപ്ലീറ്റ്ലി ബൈയിലേക്കുള്ള ഒരു മാർക്കറ്റായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ ഇന്നും നമ്മളുടെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ബൈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്നും രാവിലെ ഡേ ടൈം കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് ഒരു സൈഡ് വൈസ് മാർക്കറ്റാണ്. സൈഡ് വൈസ് മാർക്കറ്റിൽ വളരെയധികം ലോസുകൾ വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. സൈഡ് വൈസ് മാർക്കറ്റിൽ എപ്പോഴും കൂടുതൽ ആക്റ്റീവ് ആകുന്നത്, കൂടുതൽ സ്ട്രാറ്റജിയൊക്കെ വർക്ക് ആവുന്ന, റെസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഡേ ടൈം ട്രേഡ് ചെയ്യുമ്പോൾ വളരെയധികം കെയർഫുള്ളായിരിക്കുക. കാരണം നമുക്കൊരു പ്രോപ്പർ അപ് ട്രെൻഡോ പ്രോപ്പർ ഡൗൺ ട്രെൻഡോ ഒന്നും കിട്ടില്ല. അത് ഒരു സൈഡ് വേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും. ഈ ഒരു മൂവ്മെൻറ്റ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ്. ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് ആയതിനു ശേഷം ഇന്നത്തെ ഒരു ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4780.28 അതുപോലെ തന്നെ ഒരു ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4737.76. ഇപ്പം നിലവിൽ ഈ ഒരു ഇതിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സൈഡ് വേസ് ആകുമ്പോൾ രണ്ട് സൈഡിലേക്കുമുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ട്, ബൈയിലേക്കും സെല്ലിലേക്കുമുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് ബൈ ആയതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ബൈയിലേക്ക് പോകാനുള്ള ടെൻഡൻസി മാർക്കറ്റിന് ഉണ്ടാവും. അതുപോലെ തന്നെ ഡൗൺ ആയ കുറേ എൻട്രികളൊക്കെ എടുത്തതിന് ശേഷം, മാക്സിമം SL എടുത്തതിന് ശേഷം ബൈ ഒരു ഹ്യൂജ് ആയിട്ട് പോകാനുള്ള സാധ്യതകളാണുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗണിലേക്ക് വന്ന് ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എല്ലാം സെല്ലിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് സെല്ല് കാര്യങ്ങളൊക്കെ വരും. നിലവിൽ 4780 ബ്രേക്ക് ചെയ്ത് വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ 4795 4800 ലെവലിലേക്കൊക്കെ പോകും. ഇന്നലെ മാർക്കറ്റ് 4801 വരെയാണ് പോയിരുന്നത്. അവിടെ നിന്ന് വലിയൊരു റിജക്ഷനാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 4800 4798 ഏരിയകളൊക്കെ എന്ന് പറയുന്നത് വലിയൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അപ്പോൾ അവിടെ വരെ മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്താൽ പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ സെല്ലിലേക്ക് പോവുകയാണെങ്കിൽ 4737 ബ്രേക്ക് ചെയ്ത് ഒരു റെഡ് ക്യാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് 4728 അതുപോലെ തന്നെ 4712 4708 ലെവലുകളിലേക്ക്, അതായത് ഇന്നലെ മാർക്കറ്റ് ഉണ്ടായിരുന്ന ആ ലെവലുകളിലേക്കൊക്കെ മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. 4698 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സെല്ലിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 4740 തൊട്ട് 4748 വരെയുള്ള ഏരിയകളൊക്കെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയകളാണ്. അവിടെയൊക്കെ ബൈ എൻട്രികൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് പ്രോഫിറ്റബിൾ ആകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 4762 മുതൽ ഒരു 4778 വരെയുള്ള അല്ലെങ്കിൽ 80 വരെയുള്ള റീജിയൻസ് ഒക്കെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയയാണ്. അവിടെ നിന്ന് നമ്മൾ സെല്ല് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. ഏതെങ്കിലും ഒരു ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ഹൈയിലേക്ക് പോകാനോ അല്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഡൗണിലേക്ക് പോകാനോ സാധ്യതയുണ്ട്. ആ രീതിയിലാണ്, ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു മോർണിംഗ് ടൈം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കൂടുതലും ഇൻട്രാഡേ ട്രേഡിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിലവിൽ നമുക്ക് ഡേ ടൈമിൽ ഇപ്പോൾ കുറവാണ്. ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്ത് ഒരു അപ് ട്രെൻഡോ ഡൗൺ ട്രെൻഡോ ആയാൽ മാത്രമേ നമുക്കതൊരു ഹൈ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതകളുള്ളൂ, അല്ലെങ്കിൽ ഒരു ലോവർ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതകളുള്ളൂ. നമ്മുടെ VIP ട്രേഡിംഗ് ടെലഗ്രാം ചാനലിലാണ് നമ്മൾ ഗോൾഡിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ കൊടുക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രോഫിറ്റിൽ തന്നെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമുക്ക്
അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റും കാര്യങ്ങളും ഒക്കെ നമ്മളുടെ അപ്ഡേറ്റ്സിനുണ്ടായിരുന്നു. നമ്മളുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളുടെ ഫ്രീ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ XIOSTയുടെ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്